കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സജീവമാകുമ്പോൾ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPM-ൽ നിർണായകവും അപ്രതീക്ഷിതവുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള തൃപ്പൂണിത്തുറ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻ MLA സ്വരാജിനെ തന്നെ കളത്തിലിറക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ഏകകണ്ഠമായിട്ടുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വം നിരാകരിച്ചതോടെ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പാടെ മാറിമറിയുകയാണ്. തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും മണ്ഡലത്തിലെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും ഉറച്ച വിശ്വാസത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ നേരിയ പരാജയം തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും സ്വരാജിനുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നും ജില്ലാ ഘടകം ശക്തമായി വാദിച്ചുവെങ്കിലും സംസ്ഥാന നേതൃത്വം ഈ നിലപാടിനോട് അങ്ങോട്ട് യോജിക്കുന്നില്ല. സ്വരാജിന് പകരം നിലവിലെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ പരീക്ഷിക്കാനാണ് പാർട്ടിയുടെ ഏറ്റവും പുതിയ നീക്കം. കൊച്ചി മുൻ മേയർ അനിൽകുമാറിനെ പോലുള്ള പ്രമുഖരുടെ പേരുകൾ പ്രാദേശിക തലത്തിൽ ചർച്ചകളിൽ വന്നെങ്കിലും അവരെ പരിഗണിക്കാതെ ഉണ്ണികൃഷ്ണനെ തന്നെ രംഗത്തിറക്കാനാണ് CPM തീരുമാനിക്കുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ ഫലമായി വൈപ്പിൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമാണ്. ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നതോടെ വൈപ്പിനിൽ പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MB ഷൈനിയെ വൈപ്പിനിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പുതുമുഖങ്ങളെയും വനിതകളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന പാർട്ടി നയത്തിന്റെ ഭാഗമായാണ് ഷൈനിയെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത്. നാളെ ചേരുന്ന നിർണായകമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം ലഭിക്കുകയും ചെയ്യും. ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും CPM വലിയ പോരാട്ടത്തിനാണ് ഇത്തവണ തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ വടക്കൻ പറവൂർ പിടിച്ചെടുക്കണമെന്നും അവിടെ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. സതീശിനെതിരെ കരുത്തനായ ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ ആലോചന. പറവൂരിൽ UDF-ന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ പാർട്ടി താഴെ തട്ടിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലയിലെ സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും അവസരം നൽകണമെന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിൽ ധാരണയുണ്ടെങ്കിലും UDF-ന് വലിയ മേൽക്കൈയുള്ള എറണാകുളം, ആലുവ, തൃക്കാക്കര സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത അങ്ങനെ തുടരുകയാണ്. ഈ മണ്ഡലങ്ങളിൽ പാർട്ടി ചിഹ്നത്തിന് പുറമെ പൊതുസമ്മതിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചും ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എറണാകുളത്തെയും തൃക്കാക്കരയിലെയും സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം വ്യക്തിപ്രഭാവമുള്ള സ്വതന്ത്രരെ മുൻനിർത്തി വോട്ടുകൾ സമാഹരിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ ജില്ലയിൽ പലയിടത്തും വിജയിച്ച ചരിത്രമുള്ളതിനാലാണ് നേതൃത്വം ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിരുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജിനെ മാറ്റി നിർത്തിയുള്ള ഈ നീക്കം വോട്ടർമാരിലും പാർട്ടിക്കുള്ളിലെ അണികളിലും എങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് എറണാകുളത്തെ ഈ സ്ഥാനാർത്ഥി മാറ്റങ്ങൾ വഴിവെക്കുന്നത്. ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക വികാരവും വോട്ടർമാരുടെ താല്പര്യവും കൂടി കണക്കിലെടുത്താണ് സംസ്ഥാന നേതൃത്വം അവസാനവട്ടം വെട്ടിത്തിരുത്തലുകൾ നടത്തുന്നത്. KN ഉണ്ണികൃഷ്ണന്റെ ജനകീയ മുഖവും പക്വതയാർന്ന പ്രവർത്തന ശൈലിയും തൃപ്പൂണിത്തുറയിൽ ഗുണം ചെയ്യുമെന്നും MB ഷൈനിയിലൂടെ വൈപ്പിനിൽ പുതിയൊരു ഊർജം കൊണ്ടുവരാൻ കഴിയുമെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. കൂടാതെ തൃക്കാക്കര പോലുള്ള UDF-ന്റെ മണ്ഡലങ്ങളിൽ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ പൊതുസ്വതന്ത്രർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറുന്നതിനനുസരിച്ച് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടവും അങ്ങനെ മുറുകുകയാണ്. തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ ആയുധമാക്കുമെന്നതും CPM ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ വ്യക്തികളെക്കാൾ ഉപരി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന കർശന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. ജില്ലാ ഘടകത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളാതെ തന്നെ വിജയസാധ്യത മുൻനിർത്തിയുള്ള പ്രായോഗിക രാഷ്ട്രീയമാണ് പാർട്ടി ഇവിടെ നടപ്പിലാക്കുന്നത്. കൊച്ചി നഗരസഭയുടെ മുൻ മേയർ അനിൽകുമാറിനെ മത്സരിപ്പിക്കാതിരുന്നതും ഇതിന്റെ ഭാഗമായുള്ള ഒരു വിലയിരുത്തലാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ യുവത്വവും സ്ത്രീ പ്രാതിനിധ്യവും ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ജനവിധി തേടാനാണ് CPM ഇത്തവണ ഉദ്ദേശിക്കുന്നത്.
നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയാകുന്നതോടെ എറണാകുളത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ചിത്രം അങ്ങനെ വ്യക്തമാകും. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ പോരാട്ട ഭൂമിയായി എറണാകുളം ജില്ല ഇത്തവണ മാറുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട.